ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഖുദ്രയിലേക്കാണ്. ദുബായ് എയർപോർട്ട് റോഡിൽ നിന്നും 61 കിലോമീറ്ററാണ് അൽഖുദ്രയിലേക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വലിയൊരു മരുഭൂമിയുടെ നടുവിൽ ഇവർ പ്രത്യേകം ആർട്ടിഫിഷ്യലായിട്ടാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. നമ്മളങ്ങനെ സ്വാൻ ലേക്കിൽ എത്തിയിട്ടുണ്ട്. വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെ. നമുക്ക് ആ കാഴ്ചകൾ ഇനിയും കാണാം. നമുക്കിവിടെ കുറേ ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടി. അതിലൊന്നാണ് ലേസ് പ്ലാറ്റ്ഫോം. ഈ ചൂട് സമയത്തായിട്ട് പോലും ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നവംബർ തൊട്ട് ആണ് ഇവിടുത്തെ സീസൺ തുടങ്ങുന്നത്. ആ സമയത്ത് കുറേ ദേശാടന പക്ഷികളൊക്കെ ഈ ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഈ ലേസ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാം. നമ്മളിവിടെ വരുവാണെങ്കിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യത്തക്കവണ്ണം വേണം വരാൻ വേണ്ടി. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പോകുന്ന വഴിയെല്ലാം വളരെ സ്ലോയിൽ വേണം പോകാൻ വേണ്ടി. മാനും ഒക്കെ ഉണ്ട് ഇവിടെ. അത് പെട്ടെന്നായിരിക്കും വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഫോർ വീലർ ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഏരിയയിലേക്ക് കടന്നു വരാം. ഇവിടെ ഒരു ഡെസേർട്ടാണ്. നമുക്കിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അല്ലെങ്കിൽ ഇത് ഓപ്പണാണ്. നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനും ഒരു ഡേ ഫുള്ള് സ്റ്റേ ചെയ്യത്തക്കവണ്ണം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്കിവിടെ സാധിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. വളരെ വിശാലമായിട്ട് കിടക്കുന്നതും കൊണ്ട് എത്ര ആൾക്കാർ വന്നാലും നമുക്ക് അത് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇനി കാണാം. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ലേക്കിലേക്കാണ്. ലവ് ലേക്കിൻ്റെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്